ജനപ്രതിനിധി ആ സ്ഥാനത്ത് നിന്ന് മാറണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. ധാർമ്മികതായ ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രാധാന്യം. നിയമപരമായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിക്കാരിയെ പോലും കണ്ടെത്താൻ ഇത്രയും മാസക്കാലമായിട്ട് ഈ നിമിഷം വരെ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്ത് ധാർമ്മികതയാണ് പിന്നെ ഉള്ളത്? എന്താണ് പിന്നെ ഈ ധാർമ്മികത, ലോജിക്ക് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിക്കാരിയെ കണ്ടെത്താൻ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും അതിനെ തുടർന്ന് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന പോലീസും നടത്തുന്ന ഈ അന്വേഷണത്തിന്റെ ഈ കേസിന്റെ സിറ്റുവേഷൻ, അതിന്റെ കറണ്ട് സിറ്റുവേഷൻ, അത് എവിടെ വരെ എത്തി നിൽക്കുന്നു ഇപ്പോ? പിന്നെ എന്താണ് ഈ ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവ വികാസം ഉണ്ടായോ? ഇനി ഒന്നും വേണ്ട. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോ ഇപ്പൊ ഈ മുകേഷിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? മുകേഷ് ആദ്യം തന്നെ ആരോപണം ഉയർന്ന ഉടനെ തന്നെ മുകേഷ് മുങ്ങി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പോലീസും മഷിയിട്ട് നോക്കിയിട്ടും മുകേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലേ? മുകേഷ് മുങ്ങി എന്ന് മാത്രമല്ല, മുകേഷ് ഒരു ഭയന്ന് ഈ പറയുന്ന അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ട് ഭയന്നിട്ട് പോയി ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം അപേക്ഷ നൽകി. മുൻകൂർ ജാമ്യത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ ചോദിച്ചു ഹൈക്കോടതിയിൽ. ആ ഹൈക്കോടതി ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിച്ച് നൽകിയതിന് പിന്നാലെയാണ് മുകേഷ് പൊങ്ങുന്നത്. എവിടെയായിരുന്നു എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. പിന്നെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്, പിന്നെയാണ് മുകേഷിന്റെ അറസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉള്ളത് കാരണം അറസ്റ്റ് ചെയ്യുന്നു, ഉടനടി വിട്ടയക്കുന്നു. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ഈ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. രാഹുൽ ഒരു കോടതിയിലും പോയിട്ടില്ല, രാഹുൽ എവിടെയും മുങ്ങിയിട്ടില്ല. രാഹുല് പാലക്കാട് ഉണ്ടായിരുന്നു, പാലക്കാട് നിന്ന് കുറച്ച് ദിവസം പാലക്കാട് നിന്ന് മാറി അടൂരിലെ വീട്ടിലുണ്ടായിരുന്നു. അടൂരിലെ വീട്ടിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്നു. രാഹുൽ അങ്ങോട്ട് മുങ്ങിയിട്ടില്ല. പിന്നെ പറയുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ രാഹുൽ ഒരു കോടതിയെയും സമീപിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ ഇനി ഈ 2 കാര്യങ്ങളും സംഭവിച്ചില്ല. എന്നാൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് നിമിഷം വരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടില്ല, നോട്ടീസ് അയച്ചിട്ടില്ല, രാഹുലിനെ വിളിച്ചു വരുത്തിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന ധാർമ്മികത, അത് എന്താണ്? ധാർമ്മികത? കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പറയുന്നത് കേട്ടു, അയാളെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല, അയാളെ സ്പീക്കർ അയോഗ്യനാക്കിയിട്ടില്ല, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അയാളുമായി വേദി പങ്കിടുന്നതിലൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ശിവൻകുട്ടിയും പറയുന്നത് കേട്ടു. ശിവൻകുട്ടി നിങ്ങളുടെ ആചാര്യനാണല്ലോ, നിങ്ങൾ ജയ് വിളിക്കുന്ന വാക്കുകൾ ഏറ്റുപിടിക്കുന്ന ആചാര്യനാണല്ലോ ശിവൻകുട്ടി. എന്തേ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ശിവൻകുട്ടി പറഞ്ഞതാരും ഈ പറയുന്ന അന്തം കമ്മി അടിമകൾ ഏറ്റുപിടിക്കാത്തത്? എന്താണ് ഏറ്റുപിടിക്കാത്തത്? അപ്പോ ഇവിടെ ഞാൻ ഇതൊക്കെ കേൾപ്പിച്ചത് എന്തിനു വെച്ചാല്, രാഹുൽ വിഷയത്തിൽ രാഹുലിനെതിരെ നടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഉയർന്നു വന്ന ആളുകൾ അത്രയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഭാഗമായിരുന്നു ഈ പത്തനംതിട്ടയിൽ നിന്ന് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുണ്ടായിരുന്ന ശ്രീനാദേവിയെ ഇത്തരത്തിലൊരു സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയത്.
പക്ഷേ ശ്രീനാദേവിയെ അതിന് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, ശ്രീനാദേവി ആ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും ചെയ്തു. കാരണം ഇവർ ശ്രീനാദേവിയെ സമീപിക്കുമ്പോൾ ഇവരങ്ങനെ പല ആളുകളെയും സമീപിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ശ്രീനാദേവിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാല്, ശ്രീനാദേവിയെ സമീപിക്കുമ്പോൾ ഇവർക്ക് വലിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. സഖാവാണ്, ഇപ്പൊ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അപ്രോച്ച് അത് പുറത്തു വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ശ്രീനാദേവിയെ സമീപിച്ചത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സഖാവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശ്രീനാദേവി സഖാവായിരുന്നെങ്കിലും ഈ നെറിയും മര്യാദയുമുള്ള കൂട്ടത്തിൽ, അതുകൊണ്ട് ശ്രീനാദേവി ആ നെറികേടിന് കൂട്ടുനിന്നില്ല. ഈ ചെറ്റത്തരത്തിന് കുടപിടിക്കുന്ന ഒരു പ്രവൃത്തി ശ്രീനാദേവിയിൽ നിന്നുണ്ടായില്ല. പിന്നെ ഈ പറയുന്ന സതീദേവിയും ഈ പറയുന്ന സഖാക്കളും ഒക്കെ ധാർമ്മികതയും നിയമവും ഒക്കെ ബാധകമാകുന്നത് ഇവരുടെ ആർക്കെങ്കിലും എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ മാത്രമാണ്. ഈ ആരോപണങ്ങളുടെ ഒരു അടിസ്ഥാനം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, വീണ്ടും അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് കേരളത്തിലെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഉണ്ടാക്കിക്കൊണ്ട് അന്വേഷണം നടത്തുന്ന ആ അന്വേഷണ സംഘം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഈ നിമിഷം വരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസമായിട്ട് ഈ നിമിഷം വരെ രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ഇവർക്കാർക്കും ഇന്ന് നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മർമ്മപ്രധാനമായ കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA, പ്രതിപക്ഷ നിരയിലുള്ള ഒരു നേതാവ്, അതും ഇവർക്കെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇവർക്കെതിരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, നിരന്തരമായി പിണറായി വിജയനെയും അടിമകളെയും നിരന്തരമായി അടിച്ചു മൂലക്കിരുത്തുന്ന രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ ശത്രുനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എതിർചേരിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട മുഖമായ രാഹുൽ മാങ്കൂട്ടം, അയാൾക്കെതിരെ ഇത്തരത്തിലൊരു ആയുധം വീണ് കിട്ടുമ്പോൾ അതിന്റെ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനല്ലേ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ പറയുന്ന സർക്കാരാണെങ്കിലും ശ്രമിക്കുകയുള്ളൂ. ഇത്രയും ശ്രമിച്ചിട്ടും എന്തേ ഇന്നീ നിമിഷം വരെ രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോലും, ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെടാൻ പോലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തത്? മുൻകൂർ ജാമ്യമൊന്നും എവിടെയും ഇല്ലല്ലോ, അത്തരത്തിലൊരു നീക്കവും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്നാ പിന്നെ രാഹുലിനെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിടാം. ആ ഒരു രീതിയിലേക്ക് പോലും എന്തേ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കടക്കാൻ സാധിക്കാത്തത്? എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ഈ പറയുന്ന ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷ്യം പറയുന്നതാ. രാഹുലിനെതിരെയായ കേസ് സ്വമേധയാ ഒരു കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെങ്കിൽ അവർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവണം രാഹുലിന്റെ വിഷയത്തിൽ, രാഹുലിനെ പൂട്ടണം എന്നുള്ള കാര്യത്തിൽ എത്രമാത്രം താല്പര്യം അവർക്കുണ്ടായിരിക്കണം. ആ ഒരു താല്പര്യത്തിന് പുറത്താണല്ലോ സ്വമേധയാ കേസെടുത്തത്. എന്നിട്ട് അന്വേഷണം ആരംഭിച്ചിട്ട് പോലും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിക്കാരിയെ കണ്ടെത്താൻ പോലും ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കാത്തത്? ഈ പറയുന്ന ആളുകളില്ലെന്നേ. ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണങ്ങൾക്ക് കുടപിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുനിന്നു രാഹുലിനെ വേട്ടയാടാൻ എന്നുള്ള മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ധാർമ്മികതയും ഇല്ലാത്തത്. എന്തെങ്കിലും ആരോപണങ്ങൾക്ക് ആ ആരോപണങ്ങളുടെ മുകളിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആരോപണങ്ങൾ ശരിയായ ആരോപണങ്ങളാണെങ്കിൽ മാത്രമല്ല, നടന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല ധാർമ്മികതയുള്ളൂ. ഈ പറയുന്ന പച്ചക്കള്ളം പടച്ചു വിടുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത്? ഒരു ധാർമ്മികതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കേണ്ട ഒരു ഗതികേടുമുള്ളത്. കാലാകാലങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ കേട്ടു? ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ക്ലിനിക്കുകളും ആശുപത്രികളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു, തെളിവുകൾ കിട്ടുന്നു. നമ്മൾ വാർത്തകളിൽ കണ്ടതല്ലേ, തെളിവുകൾ ലഭിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. എന്തേ ഈ തെളിവുകളൊക്കെ ലഭിച്ചിട്ടും രാഹുലിനെതിരെ ചെറു വിരൽ അനക്കാൻ ഇവർക്ക് സാധിക്കാത്തത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പോ ഈ പറയുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വെറും പുകമറ മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈ പറയുന്ന വലിയ അനിഷേധ്യനായ നേതാവായി മാറി എന്നുള്ളതാണ്. കാരണം ഈ വിവാദങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളം
രാഹുലിന് വലിയ സ്വീകാര്യത ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടായത്. അത് പാലക്കാട് മാത്രമല്ല, പാലക്കാടിന്റെ MLA എന്നുള്ള രീതിയിൽ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. അത് പാലക്കാട് അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് കരുതാം. പക്ഷെ പാലക്കാടിന് പുറത്തോ ഇന്ന് ഈ നിമിഷം വരെ പാലക്കാടിന് പുറത്ത് ഒരു രാഷ്ട്രീയ വേദിയിൽ വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ വേദികളിൽ വന്നു എന്നല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ രാഹുലില്ല. എന്നിട്ടും എന്തേ രാഹുലിന് ഇത്രയധികം ഒരു സ്വീകാര്യത ലഭിക്കുന്നെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആരോപണങ്ങൾ അത്രയും അയാളെ വേട്ടയാടാൻ വേണ്ടി വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് ജനത്തിന് തിരിച്ചറിവുണ്ട്. ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം അവർ അരിയാഹാരമാണ് കഴിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ട് അവർക്ക്. ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് അവരുടെ തിരിച്ചറിവുകളും ഉണ്ടാകുന്നത്. അടിമകൾക്ക്, നട്ടല് വിജയന്റെ മുന്നിൽ ഇങ്ങനെ വളച്ചു കെട്ടിയ അടിമകൾക്ക് എന്ത് ബോധ്യം, എന്ത് തിരിച്ചറിവ്?